ചാനൽ കുറേ ദിവസത്തിൽ മാസങ്ങൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എപ്പിസോഡ് അല്ലേ? അതെ. എന്തുവാ നമ്മളെവിടെ പോവാ? അയ്യോ, അപ്പൊ നമ്മൾ ഈ സമ്മറില് വിന്റർ ഡ്രസ് ഒക്കെ ഇട്ട് ഒരു സ്ഥലത്ത് പോയല്ലേ? വെയിൽ വാച്ചിങ്. അപ്പൊ നമ്മൾ ഇന്ന് നേരെ നമ്മൾ ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂറുണ്ട്, 10-200 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനുണ്ട്, മണിക്കൂർ ട്രാവൽ ഉണ്ട്. പാപ്പു താഴെ പോട്ടെ. ചേച്ചി പാപ്പുവിനെ കാണുന്നില്ല. അവളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഡ്രൈവിൽ കാണാം. ഓക്കെ ബൈ. അപ്പൊ ഇതേ നമ്മൾ ഇറങ്ങി. പാപ്പു ഹായ്. എത്ര മണിക്കാ നമ്മളവിടെ എത്തണ്ടേ? ഒരു മണിക്കൂർ മുന്നേ നമ്മൾ എല്ലാരും മുഖം കുളമായിട്ട് ഞാൻ കാണിക്കും. ഇല്ല, അമ്മുവ കൂടെ ഇരിക്കുന്നേ, പാപ്പുവിന്റെ കൂടെ. അമ്മ കേറമ്മ. വാട്ട് യു ഡൂയിങ്? കം ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. എന്തോടെ കഴിക്കുന്നേ? എന്നിട്ട് കയ്യിലെന്തുവാ? ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്താൽ അവള് കഴിക്കുന്നത്. അമ്മ എവിടെയാടി? മാമി ഹായ്. അമ്മയോട് ഓക്കെ അല്ലേ? ഇത് ഞാൻ ഒരു ഇച്ചിരി വെട്ടം കിട്ടാണ്ട് അത് വേണമെങ്കിൽ തന്നിട്ട് തരാം. ഓക്കെ. അപ്പം നമ്മൾ വെച്ച് വല്ലതും കഴിച്ചിട്ട് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ടിമ്മിൽ വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം തിരക്കുണ്ട്. സമയം നോക്കാം. 198 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ സമയം കൊണ്ട് ചേച്ചി ചിലത് 50 മാത്രമല്ല, ഫെറി ടൈമും എല്ലാം കാണുമായിരിക്കും ചിലപ്പോഴേ. ഫെറിയിൽ നമ്മൾ കാറിൽ കയറി ഇരുന്നിട്ടാണോ പോകുന്നത്? 2 ഫെറി കയറണം നമുക്ക്. ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അവ മറ്റേ പണ്ട് ഗുണ്ടേ കാവ്യമദൻ ദിലീപ്, അതിനകത്ത് ജഗതി പോത്തില്ലേ ലോറിയില്, രാജാവ് കൊച്ചി കുരുക്ഷേത്ര യുദ്ധം. അയ്യോ നല്ല ഫോഗല്ലേ? അടിപൊളി ഫോഗായി. പെട്ടെന്ന് വെതർ ചേഞ്ച് ചെയ്തേ. പെട്ടെന്നൊരു മഴയല്ല, ഇതാ ഫോഗാണ് ശരിക്കും ക്ലാസ് അടിക്കുന്നത്. 47 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ 1.5 മണിക്കൂർ നാടെത്തിയ പോലെ തോന്നുന്നു പെട്ടെന്ന് എനിക്ക്. നല്ല ടൈം എടുക്കും. മറ്റേ നമ്മള് വിത്തിൻ 1 അവർ എത്തുന്ന സ്ഥലമാണ്. ഫെറി ഉണ്ട് 20 മിനിറ്റ്സിലെ. അതെ, ഫെറി കയറി വേണം നമുക്ക് പോകാനായിട്ട്. ഇനി ദണ്ടേ എല്ലാരും ഒരു ചെറിയ ഉറക്കം എല്ലാം കഴിഞ്ഞില്ലേ? അമ്മ ഉറങ്ങിയില്ലേ? അമ്മ ചേട്ടായി ഉറങ്ങിയ. ചേട്ടായിക്ക് നൈറ്റ് ആയിരുന്നു, അപ്പൊ ചേട്ടായി ഉറങ്ങട്ടെന്ന് വിചാരിച്ചു നമ്മള്. അമ്മ എങ്ങനെയുണ്ടമ്മ? തണുക്കുന്ന എന്റെ പൊന്നെ. വീഡിയോയിൽ അത്ര അറിയത്തില്ല. നേരത്തെ ആണ് പറയുന്നത്, വീഡിയോയിൽ പിന്നെയും ക്ലിയർ ആയിട്ട് കാണാതെ. അങ്ങനെ ഇനി നീ ഉറങ്ങിയോടി? അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ ജോ? ശരി. അല്ല, നമുക്ക് ഫെറി ഉണ്ട് ഇതിനിടയ്ക്ക്. ഫെറിയിൽ ഡ്രൈവ് ചെയ്ത് കയറണം. ജസ്റ്റ് ഷോർട്ട് ഫെറിയാ, ഒരു 1-2 മിനിറ്റേ ഉള്ളൂ. ഒരു ചെറിയ ക്രോസ് ചെയ്ത് അപ്പുറത്തിറക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് ഫെറി എത്താറായില്ലേ ജോ? 1 കിലോമീറ്റർ നമ്മളിത് ക്രോസ് ചെയ്ത് ഒരു ഫെറി കയറിയിട്ട് നേരെ അക്കരെ കൊണ്ടുവന്നിട്ട് അത് പിന്നെ ഒരു ഐലൻഡാണ്. അത് നമ്മുടെ എനിക്കത് ലോങ് ഐലൻഡ് എന്ന് പറയാം. ദൂരമില്ല. അത് കഴിഞ്ഞ് അടുത്ത ഫെറി ഉണ്ട്. 2 ഫെറി കയറിയാൽ നമുക്ക് ഈ വെയിൽ വാച്ചിങ്ങിന്റെ സ്ഥലത്ത് ചെല്ലാൻ പറ്റുള്ളൂ. 2 ഫെറി ഉണ്ട്. 2 ഫെറി ഉണ്ട്. എല്ലാം അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഈ സെയിം ടൈമില് വെയിൽ വാച്ചിങ് കാണാൻ പോകുന്ന ടീമുകളായിരിക്കും. ഇത് താഴെ എല്ലാം ഭയങ്കര വ്യൂ ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മളാ ഒരു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെറിയുടെ ലൊക്കേഷൻ എത്തി. നമ്മളുടെ ഈ കാറിലെല്ലാം ആക്ച്വലി നമ്മൾ ഫെറി കയറാനായിട്ട് ലൈനപ്പിൽ നിൽക്കുക. ഇതുണ്ടോ, അടിപൊളി തണുപ്പല്ലേ ഏട്ടേ? നല്ല അടിപൊളി തണുപ്പാട്ടോ. നല്ലൊരു വെതറല്ലേ? ഒരു മിസ്റ്റി വെതർ. യെസ്. അമ്മു എന്തേ? യെസ്. ആ ഫെറിയുടെ സൗണ്ടാമോ നമ്മൾ നേരത്തെ കേട്ടെ? ഫെറി വരുന്നതിൻ്റെ തണുക്കുന്നുണ്ടോ? ഓയ്യേ, കുബേരനോ?
അപ്പോൾ നോക്കട്ടെ എത്ര വണ്ടി ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 ഇടഫെറി വന്നുണ്ടോ അതോ ദൂരെ എനിക്ക് ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ ഫെറി അവിടെ നിന്ന് വരുന്നുണ്ട്. പാപ്പേ എടാ അമ്മു വണ്ടി വരുവേ കൊച്ചുണ്ട്. ഫെറി എത്തി കാണുന്ന ഫെറി പക്ഷേ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നമ്മളെന്തായാലും അതിലോട്ട് കയറുമല്ലോ ഇപ്പം. അപ്പോൾ കാണാം. യെസ് തണുപ്പുണ്ട്. ഇത് ആക്ച്വലി ഇതല്ലേ ഏട്ടായി നമ്മൾ ഉള്ളോട്ട് പോകുമ്പോഴത്തേക്കേ നല്ല തണുപ്പാണ്. അടിപൊളി തണുപ്പാവും. ഞാൻ ജാക്കറ്റ് വിൻഡോ ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി കയറി കേട്ടോ. വണ്ടി എടുത്ത് തുടങ്ങി. പക്ഷെ ഇത് നല്ല കരക്കാ. ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ചേച്ചി ഇത് നന്ന് താഴെ ഇറങ്ങി പോയാലേ നമുക്ക് ഇതിൽ കയറാൻ പറ്റുള്ളൂ. ഇതിപ്പോ അത്യാവശ്യം ലെവലായിട്ടാണ് വന്ന് കയറുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-20 വണ്ടി കയറുമായിരിക്കും മോനെ. വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ആ പുള്ളിക്കാരൻ നടുക്ക് നിന്നിട്ട് ഓരോ ട്രാക്ക് പറയുന്നത് വണ്ടികളുടെ വെയിറ്റ് അനുസരിച്ച് ബാലൻസ് ചെയ്യിപ്പിക്കും. മിഡിൽ കയറാൻ പറഞ്ഞു നമ്മുടെ അടുത്ത്. മേളിൽ ക്യാപ്റ്റൻ മേളിലായിരിക്കും കണ്ടോ. അതിനകത്താ ക്യാപ്റ്റൻ ഇരിക്കുന്നത്. അമ്മ എങ്ങനെയുണ്ട് ഇവിടെ നോക്ക് എങ്ങനെയുണ്ട് വണ്ടി. നമ്മളങ്ങനെ അടുത്ത ഫെറിയും കയറി ഇറങ്ങിയല്ലേ. ഓൾമോസ്റ്റ് എത്തി. നമ്മളിനി എത്ര ഇല്ല റേഞ്ചിലോ ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ഇനി. എത്തി നമ്മള്. വാഷ്റൂം കാണോ അവിടെ? വാഷ്റൂം ഉണ്ട്. അപ്പൊ നമ്മളെത്തി. നമ്മൾ ആരെ കാണാനാ പോന്നേ? എന്ത് വെയിൽ. അമ്മ തിമിംഗലത്തിന്റെ വാല് കണ്ടോ അമ്മ? ഇവിടെ ഒരു തല ഇത് കണ്ടോ കാർ ചെയ്ത് വെച്ചേക്കുന്നേ. പാപ്പു ഇതെന്താ പാപ്പു വെയിലാണോ? വെയിൽ. അങ്ങനത്തെ ഫൈനലി നമ്മൾ എത്തിയല്ലേ ജോ. അപ്പൊ എല്ലാരും സ്വെറ്റർ എല്ലാം ഇട്ടോളാം അവര് പറഞ്ഞു. കാരണം തണുപ്പായിരിക്കും. ഇപ്പോഴേ തണുപ്പുണ്ടല്ലേ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഇത് പാപ്പുവിന്റെ തല അത് വേണ്ടമ്മ. ഇതാരും ജെയിംസ് ബോണ്ടാ. അത് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ അയ്യോ ഓക്കെ പോവാം. Let's go to the rhythm, Chennai. ഓക്കെ അപ്പോൾ സമയം ഏകദേശം 12:55. 1 മണിയാണ് ഇവിടെ നമ്മൾ വാർഫിൽ വരാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ ആ പോകുന്ന ബോട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഷിപ്പ് മെഗാ നോവ. അമ്മു പാപ്പുവേ യെസ് വെള്ളം ഒന്നും എടുത്തില്ലേ? അപ്പോൾ ചേച്ചി എടുത്തിട്ടോ. എവിടെ പോന്നമ്മ? എവിടെ പോന്ന്? ചേച്ചിയുടെ ജാർ മറ്റേ വലുത്. അമ്മു ഇത് ആക്ച്വലി സംഭവം എന്താ പറയുക, ഇത് ഫിഷിംഗ് ബോട്ടാണ്. ഫിഷിംഗ് ബോട്ട് ഈ സീസൺ ആകുമ്പോൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നവർ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെഗാ നോവ ഷിപ്പ്. ഈ ഷിപ്പിലാണ് നമ്മൾ ആക്ച്വലി 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഷിപ്പിൻ്റെ ക്യാപ്റ്റനും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. തണുപ്പ് വിന്റർ എന്തുവാ അത്? എന്തുവാ ഉള്ളത് കാണിച്ചേ? ടിക്കറ്റ് പൈലറ്റിനൊക്കെ പറയുന്നത്. നമ്മൾ 5 പേരും ഒരു കുട്ടിയും 6 പേര്. എവിടെ കുട്ടി? എവിടെ? 5 പേര് 5 കാല്. ഏകദേശം സമയമായി വരുന്നല്ലോ. 10 മിനിറ്റ്സ്. നമ്മളിനി ഏകദേശം നമ്മളിപ്പോൾ വിളിക്കും. ഇത്രയും പേര് വെയിറ്റിംഗ് ആണ് നമ്മൾ ഈ ബോട്ടിൽ കയറാനായിട്ട്. നീ ഫസ്റ്റ് ടൈം അല്ലേ മൊബൈൽ ബോട്ടിങ്? ഇങ്ങനെ എക്സൈറ്റഡ് ആണോ? അതെ, വെയിൽസിനെ കാണാറുണ്ട്. നല്ല ഫോഗ് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പം ചാൻസസ് കുറച്ച് കുറവാണ് നമ്മൾ സൈറ്റിംഗ് കിട്ടാനേ.
അങ്ങനെയാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ വെയിൽ സൈറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു കൂപ്പൺ തരും എന്നുള്ളതാണ്. അടുത്ത സീസണിലേക്കാണ് കൂപ്പണായിരിക്കും. Summers for 14 years now. I was born and raised in a little place called Whale Cove that you would have passed by on the way here. It's a fishing community. I was born into a fishing family. I married a fisherman. I'm actually a fisherman in the winter time on a boat much like this. I go lobstering with my husband. They just can't keep me off the water. അങ്ങനെ ഫൈനലി യെസ്, തുടങ്ങിയല്ലേ? നമ്മൾ ട്രിപ്പ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഹാർബർ വിട്ടു. നമ്മുടെ ബോട്ട് ജെട്ടി. ചേച്ചി അവിടെ ഉണ്ട്, ചേട്ടായി പാപ്പു. അമ്മ എന്തേ? അമ്മ ഇവിടെ ഉണ്ട്. അല്ല, ഇത് അജുവാണ്. അമ്മ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്. തുടങ്ങി. ഇനി നമുക്ക് നോക്കല്ലേ? കുറച്ചു നേരം എടുക്കും സൈറ്റിംഗ് കിട്ടാനായിട്ട്. അതെന്തിന്റെ ട്രാപ്സ് അജു? അത് ലോബ്സ്റ്റർ ആണോ? ലോബ്സ്റ്റർ അല്ലെന്ന് തോന്നുന്നു, ഫിഷ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. എന്നാലും ഒരു 7 ട്രാപ്സോളം ഇവര് സെറ്റ് ചെയ്തത്. ഭയങ്കര വലുതാട്ടോ, അടിപൊളി. അമ്മു ചെറുതായിട്ടൊന്ന് വലഞ്ഞു തുടങ്ങിയല്ലോ. ടയർഡായോ? ടൈഡിന്റെ അല്ല, ഇത് വേവ്സാ. നല്ലതായിട്ട് വലയുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ടോ? കറക്റ്റ് നന്നായിട്ട് ഇപ്പൊ അനങ്ങുന്നുണ്ട് സൈഡ് ടു സൈഡ്. അത് നല്ല വേവ്സ് ഉണ്ട്. ഇതേ നല്ല വേവ്സ് ഉണ്ട്. ഏതാന്നു വേവ്സ് കടലിലാണല്ലോ. ഉണ്ട് പിന്നെ കടലുള്ളിലല്ലേ വേവ്സ് കൂടുതൽ. വെതർ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് വെള്ളത്തിന്റെ ഇത് മാറുമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഇതാട്ടോ അമ്മു. അയ്യോ, അടിപൊളിയല്ലേ? കുലുങ്ങാൻ നിൽക്കണം അമ്മു. നീ പാടുന്നു പിന്നെ. ഒരു കടലിനും എന്നെ തോപ്പിക്കാൻ ആടുന്നത്. പക്ഷെ അജുന്റെ ഫോൺ ആടുന്നത് ചെറുതൊന്നും അല്ല. അതിലായിരുന്നു പോവേണ്ടത്. ചേട്ടാ നെക്സ്റ്റ് ടൈം സോഡിയാക്കിൽ പോണം കേട്ടോ. പാപ്പു അതിൽ അലൗഡ് അല്ലല്ലോ. അല്ല, നെക്സ്റ്റ് ഈ സോഡിയാക്ക് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന തിരയൊക്കെ ഇല്ലേ, ഇതിന് വഴി കൂടെ ചാടി ചാടി ഇങ്ങനെയാണ് പോണേ. അത്ര ഇതാ. ചേച്ചി എന്തേ? ചേച്ചി ഓഫ് ആയിട്ടിരിക്കുവാണല്ലോ. ചേച്ചി ഓഫ് ആട്ടോ. അവളെ കണ്ടിട്ട് എനിക്ക് കടമറ്റത്ത് ജാതു വേറൊരു ഓഫോളെ കാണണോ? നമ്മുടെ കിളി പോയിരിക്കുക. എന്തമ്മ? ഞാൻ പറഞ്ഞ അമ്മ എണിക്കമ്മ ഒന്ന് മിണ്ടായിരിക്കും. ഒരു ഏകദേശം 1/2 മീറ്റർ ചരിഞ്ഞ വെള്ളമകത്ത് കയറും. നോക്ക്, തിരിഞ്ഞു നോക്ക്. നല്ല കാര്യമായിട്ട് പറഞ്ഞു. ചരിഞ്ഞു പോകുന്നുണ്ടോ ബോട്ട്? അത്രയും പോകുന്നുണ്ടമ്മ. എനിക്ക് ഒഡിയില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. എനിക്ക് ഒഡിയുള്ള ജാക്കറ്റ് ഇല്ല. വേണ്ട ഇപ്പൊ വേണ്ട. ചിക്കായിട്ട് വേണമെങ്കിൽ പറയാം ഞാൻ. നൈസ്. എല്ലാരും കറക്റ്റ് ബോട്ടിൽ. നമ്മുടെ ബോട്ടിന്റെ അകം കാണിച്ചില്ലല്ലോ. ഇതെല്ലാം ഫുള്ള് ബോട്ടിന്റെ അകം. ഇതിന് മേളിലൊരു ഡെക്ക് ഉണ്ട്. 10 പേര് വെച്ച് കയറ്റും അല്ലേ മേളില്? കാരണം ഒരു ഇൻഷുറൻസ് കമ്പനി 10 മിനിറ്റ്സ് 10 വരെ. 10:10. ചേച്ചി ഇരിക്കട്ടെ. ചേച്ചി കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളോ. വെയിലിൽ കാണുമ്പോൾ എണീറ്റാ മതിയല്ലോ. 2 ബോട്ടുണ്ട് കണ്ടാ. ചേച്ചിയും ചേട്ടായി മുകളിലേക്ക് പോയി. ചേച്ചി ചേട്ടായുടെ മേളിൽ ഇപ്പുണ്ട്. നമ്മളിത് ഏകദേശം കാണാൻ പറ്റുന്ന പറഞ്ഞോ വീഡിയോയില്. 2 ബോട്ടോടെ നിൽപ്പുണ്ട് കണ്ടോ, സ്പോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വെയിൽസിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം വന്നിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടും ഈ നമ്മുടെ ഇന്നത്തെ വെതർ കാരണം ഒന്നിനും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര ഫോഗി അല്ലേ, അത് കാരണമുള്ള ഇഷ്യൂ ഉണ്ട്. ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. Oh my god. കണ്ടമ്മ? Oh yeah. അടിപൊളി. Flipper slapping, tail slapping, breach. It's very typical on black whales. Not many whales act that way. Oh, nice. ടൈലുണ്ടോ? അടിപൊളി. നൈസ്. ഓ നൈസ്. അത് വലുതാട്ടോ. അമ്മ പറയാ ഇതിനെ പിടിക്കാനൊന്നും കിട്ടൂല, വെടി വെച്ചിടും.
ആ മാർക്ക് എഴുതുന്നുണ്ട് വട്ടം. അതാണ് അവരുടെ നേരത്തെ പറഞ്ഞില്ലേ അവര് ടെയിൽ മാർക്ക്. അവിടെ ഉണ്ടല്ലോ അടുത്തെത്തിയാട്ടോ. ഒരു സ്പോട്ടിലുണ്ട്, പിന്നെ അടുത്ത സ്പോട്ടിലാണ്. ഇത് മുങ്ങാ വീണ്ടും മുങ്ങാൻ വിശ്വസിക്കാൻ കൊള്ളൂല്ലേ? അതറിഞ്ഞ അടുത്ത് അടിയിലൊക്കെ വരുന്നുണ്ടോ? ഇതിന് അടി കൂടെ എപ്പോഴും പോയിട്ടുണ്ടോന്ന് അറിയോ? നൈസ്. അങ്ങനെ ടെയില് പോകുന്നുണ്ടോ? ടെയിൽ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ്. പക്ഷെ അതങ്ങോട്ട് പൊങ്ങുന്നില്ലല്ലോ. ഏതാ പൊരി മേടിച്ചിട്ട് കേൾക്കുന്നുണ്ടോടെ? ഉമ്മ പൊരി ഇട്ട് കൊടുത്ത് വെയിലിൽ പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മളിങ്ങനെ കൈ മുക്കി ഇങ്ങനെ പൊരി വെച്ച് കൊടുക്കും. കയ്യിൽ ഇങ്ങനെ 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 തിരിഞ്ഞ് കിടന്നു. ചൂര എവിടുന്ന് നീ കുരുങ്ങി കുരുങ്ങി എൻ്റെ ഫോൺ ഷെയ്ക്കാണ്. ഈ അമ്മനെ കൊണ്ട് അല്ല അതാണ് എനിക്ക് ആ ഒരു ടെയിലിന് പോലും കിട്ടുന്നില്ല. നമുക്കത് കേട്ടോ, അത് നല്ല പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അവിടെ ഇതുണ്ട് എക്സൈൽ ചെയ്തുണ്ടോ? നൈസ്, റിയലി ക്ലോസ്. നല്ല അടുത്തായി കേട്ടോ അമ്മു. കാരണം എയർ പോക്കറ്റ് ഉണ്ട്. അത് പിന്നെ അത് സ്മാർട്ട് ആട്ടോ. മറ്റേതാണ് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ആളുണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ? കളർ ചേഞ്ച് ഉണ്ടോ? ആ ലൈൻസ് ഉണ്ട് ബോഡിയിൽ. ആഹാ ഡൈവ് ചെയ്തേട്ടാ. ഫ്ലാപ്പ് വിങ്സാ വിങ്സാ വിങ്സ് വിങ്സ്. ചേട്ടായി ഓ നൈസ് നൈസ്. അത് വിങ്സാണോ? വിങ്സാ. അതിന്റെ വിങ്സ് സൈസ് ഉണ്ടോ? അങ്ങനെ ഇത് ചെയ്യാ. അതാ അതിന്റെ സൈഡ് ചിറക, സൈഡ് ചിറക് അടിക്കുന്ന വേവ് ചെയ്യുന്ന. താഴെ പോയി കേട്ടോ, രണ്ട് ഫ്ലാപ്പ് അടിച്ചിട്ടേ. പാല് പോയിട്ടില്ല, കാണാൻ പാല് പൊങ്ങിട്ടില്ലല്ലോ. രണ്ടുപേരാ തോന്നുന്നു അല്ലേ? അത് നേരത്തെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടോ വെള്ളത്തിൻ്റെ? ഓ ഡൈവ് ചെയ്ത് ഇവിടെ പോയി, അടി പോയി. അടിയിലുണ്ട്. രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നു അവര്. ഇനിയില്ല, അപ്പൊ തിരിച്ചു പോകാം നമ്മള്. ഓൾ റൈറ്റ്, പോയി എല്ലാം പോയി. ഡൈവ് ചെയ്ത് അടിപൊളി അപ്പുറത്തേരുണ്ടോ. ഉല്ലാസവേളകൾ ആഘോഷകരമാക്കാൻ അമ്മുവിന്റെ ചിക്കൻ വിങ്സ് വിശക്കുന്നു. പാപ്പു എന്താ പറഞ്ഞ? പാപ്പു അമ്മ ഒരേ വെയില് കൈ പൊക്കി ഹായ് പറഞ്ഞോ? ഹായ് പറഞ്ഞോ? വെയില് ഹായ് പറഞ്ഞോ? അമ്മമാനിക്കാണല്ലോ വെയിലിനെ. അമ്മു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. അത് ആക്ച്വലി ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യം വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കും അല്ലേ? എനിക്കങ്ങ് ക്ഷീണം വന്നില്ല, ഒന്നും കാണത്തില്ല, ഉറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക്. അപ്പൊ കറക്റ്റ് സ്പോട്ട് ചെയ്തല്ലേ? നൈസ് നൈസ്. ചേട്ടായിക്ക് വിഷമം കയറുക. അതാണ്ട് ചേട്ടായി അടിച്ച് തകർത്തോണ്ടിരിക്കുക. ചേട്ടായി എന്താ കഴിക്കുന്നേ? ചേച്ചി ദേ ഇവിടെ ഇരിക്കുന്നു. ജാദു. അതാര്? ഏത് ജാദു? അത് അമ്മ പറയണേടി, പക്ഷെ നാട്ടിൽ നിന്ന് ഇച്ചിരി പൊരി കൊണ്ടുവന്നു.
ഞാൻ പറഞ്ഞേ അമ്മ അമ്മേന്റെ അടുത്ത് ഞാൻ താഴോട്ട് ഇടട്ടെ. ആ അതാകുമ്പോ അത് വിഴുങ്ങുന്ന വെപ്രാളത്തിൽ ഇങ്ങനെ വന്ന് ചെയ്യും. മറ്റേ കൊട്ടാരക്കര അമ്പലത്തിൽ പൊരിയിടുന്ന പോലെ കൈയൊക്കെ പൊരിയൊക്കെ വെച്ച് വെള്ളത്തിൽ പൊക്കി വെക്കും. തിരിച്ചേക്കും പൊരി കാണില്ല കൈ വിറ്റുന്നെ പാപ്പോ കാണിച്ച് മറിക്കുന്നല്ലേ പാപ്പു. പാപ്പു എത്തി നോക്കാം. അമ്മു ആ ഏണിയുടെ ലെവലുണ്ടോ താന്ന് സ്ട്രെയിറ്റ് ആയിരുന്നോ ആ ഏണി? മാത്രമല്ല ആ കാറ് നിൽക്കുന്ന ഹൈറ്റ് കണ്ടോ? എത്ര ഹൈറ്റ് ആദ്യത്തെ ആ രണ്ട് വുഡ് മാത്രം നമ്മൾ ഇങ്ങോട്ട് വന്ന് കണ്ടുള്ളൂ. കാരണം ആ ഇപ്പൊ ഈ മെറ്റൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരുന്നു. അതിപ്പോ എങ്ങനെയാ നോക്ക് ഭയങ്കര സ്ലാൻഡിങ് ആയിരുന്നു വെച്ചാൽ അത്രയും ഏകദേശം ഒരു 3-4 മീറ്ററോളം വെള്ളം ഇറങ്ങിപ്പോയി. നമ്മൾ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ആക്ച്വലി ബോട്ട് ഈ ഏകദേശം ഈ ഡെക്കിന്റെ ലെവലായിരുന്നു. ഇപ്പോൾ അതിന്റെ ലെവൽ നോക്കിയേ എത്ര ഏകദേശം 10 മീറ്ററോളം താന്നിട്ടുണ്ട് ബോട്ട്. അപ്പം അത്രയും ലോ ടൈഡാണ്. കാരണം ആ നമ്മുടെ ആ ഒരു റെയിലൊക്കെ ഉണ്ടോ അതിൻ്റെ സ്ലോപ്പിങ് ഇപ്പോഴത്തെ നേരത്തെ പാരലായിട്ടാണ് നിന്ന് ഡെക്കിന്. എടാ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? കാരണം ഏതാണ്ട് 30 അടി ഇത്ര അടി വരെ ഒരു ദിവസം താരും ടൈഡ് ഇവിടുത്തെ. അതേസമയം ഏതോ ഒരു നോവ സ്കോഷ്യയിൽ ഏതോ ഒരു സ്ഥലം പറഞ്ഞില്ലേ അവിടെ 50-55 അടി വരെയാണ് താരുന്നത്. നിന്റെ ഇങ്ങോട്ട് പോയപ്പോഴേ ഈ ബോട്ടൊക്കെ ലെവലിലായിരുന്നു. ഇപ്പൊ അതെല്ലാം താഴെ പോയി. നമ്മളെ താഴെ വീണ കുഴപ്പമില്ലല്ലേ. അപ്പൊ ആ അതിന്റെ ആഴം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വീണ് കഴിഞ്ഞാണ്ടല്ലോ ഓടി പോലും കിട്ടത്തില്ല. അമ്മു ആ ബിൽഡിംഗ് ഉണ്ടോ? അമ്മു ഇത്രയും ഹൈറ്റിലാണ് നോക്ക്. ചേട്ടാ ഞാൻ കഴിയുമ്പോട്ടെ ആ വെള്ളമുള്ള സമയത്ത് വീണുള്ള അവസ്ഥ ആലോചിക്കണം. നേരത്തെ അവിടെ ഡെക്കിൽ നിന്നപ്പോ വെള്ളം ഇത്രയും പാപ്പു അടുത്ത് ഇതൊന്നും ഓർമ്മ. നമ്മൾ നേരത്തെ കണ്ടില്ലേ മൂ അപ്പൊ ആ ഫെറിയുടെ വ്യത്യാസം ഉണ്ട്. ഇറക്കം കണ്ടോ താഴോട്ട് നല്ല ഇറങ്ങിയ പോകുന്നത്. ഇതിപ്പോ നമ്മള് ഇതിവിടെ അല്ല ആക്ച്വലി. ഞാൻ വേറൊരു പോയിന്റ് കാണിച്ചു തരാം. ലോ ടൈഡ് ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഒരു കയറ്റാ. സൈഡ് കാണിച്ചിട്ട് ചേട്ടായി ആ ലോ ടൈഡ് ആയപ്പോഴത്തേക്ക് അവിടെ ആ പായൽ പിടിച്ചിരിക്കുന്നുണ്ടോ? മറ്റേ നമുക്ക് കാറ് കയറ്റിയത് നമുക്ക് ഗ്രൗണ്ട് കാണായിരുന്നു. അമ്മയെ കാണുന്നില്ലല്ലോ. അമ്മക്ക് അവിടെ ഇരുന്നാ മതിയെന്ന്. ചേട്ടാ എങ്ങനെയായിരുന്നു വെയിൽ വാച്ചിങ്? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ടൈം വാച്ചിങ്. ആദ്യം ഒരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ചോളം വെയിലെ കാണാൻ പറ്റില്ല. പിന്നെ അവസാനം വെയിൽ ഡാൻസ് തുടങ്ങി. ഡാൻസ് എല്ലായിട്ട്. ഇനി നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോവാ. യെസ് ഫെറി ഇതുവരെ എടുത്തില്ല. ഇനിയും വണ്ടി കയറാനുണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ഫെറി നമ്മൾ കടന്നില്ലേ ജു? അതെ. ഇനി എത്ര സമയമുണ്ട് അങ്ങോട്ടേക്ക്? ഇനി ഒരു 1 hour 45 minutes. നമ്മൾ ആദ്യം കാണിച്ചത് ഫെറി കയറുന്നതിന് മുമ്പ് കാണിച്ച 8:15 അല്ലേ? 8:15. പക്ഷെ ഇപ്പൊ 28 minutes കുറഞ്ഞു. റൈറ്റ് ടൈമിൽ വന്നപ്പോഴത്തേക്ക് 1/2 മണിക്കൂർ വീണ്ടും സേവ് ചെയ്തു. അതെ. നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ നമ്മുടെ ന്യൂ മൈനാസ് പൊഞ്ചിച്ചി ഇവിടെ ഉണ്ട്. പൊഞ്ചിച്ചി ഇതാരാ? അമ്മ ഇറങ്ങിയോ? ഇപ്പൊ കണ്ണു തുറന്ന പോലെ ഉണ്ടല്ലോ. അജു അത് അമ്മയുടെ ഫ്രണ്ടാ. പേരെന്തോന്ന് പറ? പൈലറ്റ്. മനുഷ്യ ഇവിടെ ഉറക്കം തൂങ്ങിയിരിക്കുക. അമ്മയുടെ നോട്ടം പൈലറ്റ്. കാലൊക്കെ നീട്ടിച്ച് മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നേരെ ലെവലിലാണ് നമ്മൾ ഫെറിയിലൊന്നും ഇറങ്ങി. ഇതും നോക്കി വെച്ച് ഹൈറ്റ് ഉണ്ടോ? വിന്ററിലൊക്കെ ഭയങ്കര പാടായിരിക്കും ഇത് കയറി പോകുന്നത്. എങ്ങനെ കേറി? ഇതിനകത്ത് തന്നെ എനിക്ക് പേടിയുണ്ട്. പായലുണ്ടോന്ന് അറിയില്ല. പായലുണ്ട് ചവിട്ടി വിട്ടിട്ട് കേറിപ്പോ. അങ്ങനെ നമ്മൾ 2 ഫെറിയും കയറി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ വാലിയില് എവിടെ?
ബാലി എന്നൊക്കെ മനസ്സിലായി. നമ്മൾ പണ്ട് നാട്ടില് ബാലിയെ പിടിച്ചിട്ടുണ്ട്. ആ ശരി. ഇനി അമ്മ കൂടുതൽ വാ തുറക്കുന്ന മുമ്പ് അല്ല പക്ഷെ ഭയങ്കര അള്ളുന്ന പോലെ ചീങ്കണ്ണിയില്ലേ? ചീങ്കണ്ണിയോ? എന്തുമ്മാ? അത് ഉടുമ്പ്. ചീഞ്ഞ കണ്ണുള്ള ഒരു ജീവി. ഉടുമ്പാ? ഉടുമ്പിനെയാണ് ഈ വാലി എന്നൊക്കെ അമ്മ അത് തന്നെ. രണ്ടെണ്ണത്തിന് വീട്ടിൽ പഠിക്കുന്ന സോമം. വേറെ രണ്ടെണ്ണത്തിന് വെട്ടിപ്പണിക്കുന്ന സോമം തിന്നത്. അമ്മക്ക് ഈ പൈലറ്റും സോമനൊക്കെ നമ്മള് വന്ന വഴി മറന്നൂടാ. അജു സോമനെ ഓർത്തോണ്ടോടി അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഇന്നത്തെ? അടിപൊളി. ഇനിയും വരണം. അവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ്. ആരും പറത്തില്ല, സിനിമ പറത്തില്ല. ഞാൻ നോക്കിപ്പോണ്ട് കൊറേ നേരട്ടെ എല്ലാരും തിരിഞ്ഞു പോയി. അവിടെ അങ്ങേറ്റത്ത് കമ്പിയും പിടിച്ച് നിൽക്കുന്നത് അടുത്തേക്ക് വെയിലിനെ കാണാൻ. മോനെ ഞാൻ പറഞ്ഞ എന്തുവന്നാ, വെള്ളത്തിന്റെ അടിയില് ഈ കണ്ണാടി പോലെ വലിയൊരു അമ്മയുടെ ഇമാജിനേഷൻ എന്തായിരുന്നോ? അണ്ടർ വാട്ടർ ഷിപ്പ് ആയിരിക്കും നമ്മൾ പോന്നേന്ന്. അമ്മ എന്ത് ടൈറ്റനിലാണ്? അല്ല അപ്പഴ അതില് പോകുമ്പോ മീൻ വന്ന് ഗ്ലാസ്സിൽ കൊത്തുന്നു. ഇങ്ങനെ മുട്ടത്തില്ലയോ അങ്ങനെയാന്ന്. ഗ്ലാസ് അങ്ങനെ പൊട്ടിത്തെറിച്ച് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇത് ഞാൻ അറിയുന്നില്ല ഇങ്ങനെ പോന്നേന്ന്. എന്നിട്ട് നമ്മളവിടെ വെയിലിനെ കാണാത്ത സങ്കടത്തിരുന്നപ്പോ എന്റെ അടുത്ത് ഒരു അമ്മ വിശക്കുന്നുണ്ട്. വിശപ്പുണ്ടോ അമ്മന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വിശപ്പുണ്ട്. ഓക്കെ ഓൾറൈറ്റ് ഗൈസ്, അപ്പൊ ബാക്കി നമ്മള് വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചത് ഒന്നും എടുക്കാൻ പറ്റില്ല. പോയി ഫുഡ് കഴിച്ചത് കാരണം നമ്മൾ കടലിൽ ഇത്രയും കാര്യം നിന്നുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു എല്ലാരും. അതെ, ഒന്നും എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചേച്ചിയും ചേട്ടനെ നേരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒന്ന് ഫ്രഷായി വീട്ടിൽ വന്നിട്ട് സമയം ഇപ്പൊ ഏകദേശം 12 മണി ആവാറായി അല്ലേ മൂ? പിന്നെ നല്ല ടയർഡായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ ഉറങ്ങി, അജു മാത്രം ഉറങ്ങിയിട്ടില്ല. ഞാനത് ഫുള്ള് ഡ്രൈവ് ചെയ്തോണ്ടിരുന്നത്. ബാക്കി എല്ലാരും പണ്ടിക്കാൻ നല്ല പൂക്കുറ്റി ടയർഡായിരുന്നു ഗൈസ്. കടൽക്കാറ്റടിച്ചപ്പോ ടയർഡായി. അതെ അതെ. അപ്പൊ എനിവേസ് വേറെ ഒന്നുമില്ല, വളരെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യം കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി. കാരണം വെതർ നമുക്ക് അത്ര ഫേവറബിൾ ആയിരുന്നില്ല. കുറച്ച് ഫോഗി കണ്ടീഷൻസ് ആയിരുന്നു. അത് കാരണം സ്പോട്ടിങ് ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഏകദേശം ലാസ്റ്റ് എനിക്ക് 1.5 മണിക്കൂറിന് ശേഷം അത്യാവശ്യം 4 വെയിൽസിന് നമ്മൾ സ്പോട്ട് ചെയ്തു. അതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വലിയ വീഡിയോ ഒന്നും അല്ല. അതെ, ചെറിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പൊ ഇനി നമ്മൾ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കും. കുറച്ച് തിരക്കായിപ്പോയി. അപ്പൊ എന്തായാലും ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.